ഗായ്സ്, നമ്മളെ മുമ്പൊക്കെ വാദി ഇസ്ഫിനിയിൽ വരുന്ന സമയത്ത്, അതായത് അബു ഖാലിദ് ഫാം ഹൗസിലേക്ക് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു കെട്ട് മാത്രമായിട്ട് കാണാമായിരുന്നു. അവിടെ വെള്ളമൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അതാ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ UAE പെയ്ത ശക്തമായിട്ട് മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കെട്ട് നോക്കി ശരിക്കും ഒരു ഡാം പോലെ തന്നെ, അല്ല ഡാം പോലെ തന്നെ, ഡാം തന്നെ ആയിട്ട് നിറഞ്ഞിങ്ങനെ കിടക്കാണ് കേട്ടോ. എത്രയോ ദൂരത്തിലാണ് നോക്കിയപ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. ഇവിടുത്തെ ഇറിഗേഷൻ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഉപയോഗിക്കുന്നത് തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയ. ഫുജൈറയിലേക്ക് ഒരിക്കലെങ്കിലും യാത്ര ചെയ്തവർ ഈ മലനിരകളെ മറക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. അതെ, മലീഹ റോഡിലെ എക്സിറ്റ് നമ്പർ 67 വാദി ഇസ്ഫിനി ആണ് നമ്മളുടെ സ്ഥലം. വളരെ മനോഹരമായ മലനിരകളുടെ ഇടയിലാണ് ഈ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് വളരെ നല്ല അഭിപ്രായമാണ് ഈ ഫാം ഹൗസിനെ കുറിച്ച്. മാത്രമല്ല, ഈ അബു ഖാലിദ് ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത് തന്നെ 2 മലകൾക്കിടയിലാണ്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന, അതായത് പ്രകൃതിയുടെ ഭംഗിയോടൊപ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കിടിലൻ പ്ലേസാണ് ഈ അബു ഖാലിദിൻ്റെ ഫാം ഹൗസ്. മാത്രമല്ല, പല ഗസ്റ്റുകളും ഇവിടെ വന്നിട്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് എന്ന് അവർ പറയുന്നത് ഇത് തന്നെയാണ്. അതായത് നമുക്ക് മറ്റുള്ള ഒരു ശല്യമില്ലാതെ വളരെ പ്രൈവസി ഉള്ള ഒരു ഫാം ഹൗസ്. നമ്മളങ്ങനെ ഫാം ഹൗസിലെത്തി നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ നമ്മൾ പാർക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു ഗ്രീൻ ഗേറ്റ് നമ്മൾ കണ്ടു. അതിലൂടെ അകത്തോട്ട് കയറുമ്പോൾ ഇടത്തെ സൈഡിലായിട്ട് നമ്മൾ ആദ്യം കാണുന്നത് ഒരു വോളിബോൾ കോർട്ടാണ്. കാർപ്പറ്റഡ് ആയിട്ടുള്ള ഒരു വോളിബോൾ കോർട്ട്. നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റാവുന്ന നല്ല ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. അതിനോട് നേരെ ഒരു കിഡ്സ് പ്ലേ ഏരിയ നമുക്ക് കാണാം. നമുക്കിതിനകത്തോട്ട് കയറി നോക്കാം എന്താണ് ഇവിടെ കാണാനുള്ളത്. അതെ, ആദ്യം കാണുന്നത് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ചെറിയ ബേബിക്കുള്ള ഊഞ്ഞാലൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള പിള്ളേർക്ക് സ്ലൈഡ്സും അതിൻ്റെ പിറകിൽ ഈ കുട്ടികൾക്ക് കറങ്ങാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള ചെറിയ ഫുട്ബോളിൻ്റെ എന്താ പറയുക, സോക്കറും കാര്യങ്ങളും. പിന്നെ അതുപോലെ ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള സ്ലൈഡ്സും കാര്യങ്ങളും ഇവിടെ തന്നെ നമുക്ക് കാണാം. ഇനി നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വോളിബോൾ ഗ്രൗണ്ടില്ലേ, അതിന്നൊരു എൻട്രൻസ് അകത്തോട്ട് പോകുന്നുണ്ട്. അത് നേരെ പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളാണ്. അവർ കുട്ടികളൊന്നും വെള്ളത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ജക്കൂസി മോഡലിൽ ഒരു പൂളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല രസമാണ്. അതിനകത്ത് ഇറങ്ങിയൊക്കെ ഇരുന്നാൽ നല്ല ഒരു എന്താ പറയുക വൈബായിരിക്കും. പിന്നെ ഈ പൂള് നല്ല ഭംഗിയാണെന്ന് മാത്രമല്ല കേട്ടോ, അതിനെ ചേർന്ന് നല്ല ഒരു മൗണ്ടൻ്റെ ഒരു ഷെയ്ഡും കാര്യങ്ങളും അതൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവർ വോളിൽ. അതിനോട് ചേർന്ന് ഒരു ചെറിയ വാട്ടർഫോൾ കാണാം. പിന്നെ ഒരു ബാർബിക്യൂ സ്റ്റേഷൻ അവരിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നല്ല അടിപൊളി സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പം കാര്യമുള്ള ഒരു ബാർബിക്യൂ സ്റ്റാൻഡാണ്. ഈ പൂളിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള റൂമും വാഷ് ബേസിനും വാഷ്റൂമും എല്ലാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെയാണ് ബാർബിക്യൂ സ്റ്റേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം, പാർട്ടി കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങോട്ട് മാറി നിൽക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. കാരണം കുക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ പൂളിൽ എൻജോയ് ചെയ്യുന്നവരും എല്ലാവരും ഒരേ വൈബിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരും. അതുപോലെ കുക്ക് ചെയ്യുന്നവർക്ക് ബോറിംഗ് വരില്ല. അങ്ങനെ അവർക്ക് മാറി മാറി കുക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എന്നാൽ പിന്നെ നമുക്ക് അക്കോമഡേഷനിലേക്ക് കയറി നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്ന്. അവരെ ഗ്രീൻ കളറുള്ള കാർപ്പറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. നമുക്ക് കയറി ചെല്ലുന്നിടത്ത് അതാ ഈ കാണാണ് മജ്ലിസ്. മജ്ലിസിലാണെങ്കിൽ ഒരു 20 പേർക്ക് രാജാവിനെ പോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. അതിൽ കൂടുതൽ പേർക്ക് ഇരിക്കാം. ഞാൻ പറയുന്നത് വളരെ വിശാലമായിട്ടൊരു 20 പേർക്ക് ഇരിക്കാവുന്ന ഒരു മജ്ലിസ് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അതുവഴി തൊട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാ 1 2 3 4 5 ബെഡ്റൂംസ് നമുക്കിവിടെ കാണാം. ഇനി ആദ്യത്തെ ബെഡ്റൂമിൽ എത്ര ബെഡ് കാര്യങ്ങൾ, അതാ ഈ കാണുന്നത് 2 ആൾക്ക് സുഖമായിട്ട് കിടക്കാവുന്ന 2 ബെഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റൂമിൽ കിട്ടുന്നതാണ്. അങ്ങനത്തെ 5 ബെഡ്റൂം ഇവിടെ ഉണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതാ വാഷ്റൂം ലൈറ്റ് ഇടാവുന്ന. ഓക്കെ, ഫൈൻ. അടിപൊളിയാണ് സംഭവം. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഒരു വാഷ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സംഭവം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. തിരിച്ച് നമ്മൾ ബെഡ്റൂമിൽ വന്നാൽ ഇതാ ഈ 2 ബെഡ്, ഇതേ വാർഡ്രോബ്, അതുപോലെ ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ശരി, എന്നാൽ പിന്നെ നമുക്ക് ഈ ഡോറ് ഈ കാണുന്നതാണ് ബെഡ്, ഇവിടുത്തെ വാർഡ്രോബ്.
അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ഇവർ ഈ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് അടുത്ത റൂമൊന്ന് കയറി നോക്കാം. ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ശരി, നമുക്കിനി അടുത്ത റൂമിലേക്കൊന്ന് കയറി നോക്കാം. അങ്ങനെ റൂം നമ്പർ 2 എല്ലാ റൂമും എനിക്ക് തോന്നുന്നു ഒരേ സ്ട്രക്ചറാണെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെയും 2 ബെഡ് ഉണ്ട്. വാർഡ്രോബ് 4 ഡോറുള്ള വാർഡ്രോബ് ഒരെണ്ണമുണ്ട്. പിന്നെ ഡ്രസ്സിങ് ടേബിള്. ഇവിടുത്തെ വാഷും കൂടി ഒന്ന് നോക്കിക്കളയാം നമുക്ക്. ഓക്കെ, ലൈറ്റ് ടു വാഷും. ഇതും സെയിം തന്നെ, എല്ലാം ബ്രാൻഡ് ന്യൂ ആണ് ഐറ്റംസ്. അതുകൊണ്ട് തന്നെ ആ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാം. അങ്ങനെ നമ്മൾ ഈ റൂമിലെ ഇതാണ് ഇവിടുത്തെ വാർഡ്രോബും കാര്യങ്ങൾ. നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. 3rd, 4th റൂം സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ ലാസ്റ്റ് റൂമിലേക്ക്, ഇതാണ് 4th റൂം, 3rd റൂമായിരുന്നു, ഇത് 4th റൂം. ഇനി നമ്മൾ 5th റൂമിലേക്ക് കയറി ചെല്ലാണ്. 5th റൂം തുറന്നു നോക്കുന്നു. എല്ലാം ഒരേ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. അതിനകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. യെസ്, എല്ലാം സെയിം തന്നെയാണ്. അവിടെ നേരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാസ്റ്റിക് ടേബിളാണ്. ഇതിനകത്ത് ഒരു 5 ചെയർ വെച്ചിട്ട് 3 എണ്ണം ഉണ്ട്. അപ്പോൾ 15 പേർക്ക് സുഖമായിട്ട് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടേബിൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവം. ഇത് ബ്രാൻഡ് ന്യൂ ഫാം ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്. ഇനി കിച്ചണിലേക്ക് നമുക്ക് കയറി നോക്കാം. കിച്ചണിൽ നമ്മൾ കയറുമ്പോൾ ആദ്യം കാണുന്നത് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബേർണറാണ്. ഇതിനകത്ത് മന്തിയും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ അറബിക് ഫുഡുകളൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നതാണ്. ഇത് നമുക്ക് നമ്മളുടേതായ ഭക്ഷണം കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി നോക്കാനുണ്ടെങ്കിൽ സിങ്ക് ഉണ്ട്, അതുപോലെ കുക്കിംഗ് റേഞ്ച് നമുക്കിവിടെ കാണാം. അത് ഓവൻ ഉണ്ട്, ചില്ലറുണ്ട്. അതെ, താഴെ നോക്കുകയാണെങ്കിൽ ഇതവിടെ പ്ലേറ്റ്സും കാര്യങ്ങളും ഒരു അവൈലബിൾ ആണ്. ഇതൊന്നും നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇവിടെ കാണും. ഇവിടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനുള്ള വലിയ പാത്രങ്ങളും അതുപോലെ നൈഫ്, പ്ലേറ്റ്, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കൈയും വീശി പോരാവുന്ന വിധത്തിലാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്ലേറ്റ്സ് വരെ ഉണ്ട് ഈ ഫുഡ് സെർവ് ചെയ്യാവുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ബാച്ചിലർ റൂമാണ് കാണുന്നത്. ഈ ബാച്ചിലർ റൂമിലാണെങ്കിൽ 1, 2, 3, 4 സിംഗിൾ ബെഡ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ വരുന്നവരിൽ ഡ്രൈവേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളെ പിടിച്ച് കിടത്താവുന്നതാണ്. പിന്നെ പുറത്താണെങ്കിൽ കോമൺ ആയിട്ട് ഒരു വാഷ് ബേസിൻ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളുടെ ഈ അബു ഖാലിദ് ഫാം ഹൗസ് വിശേഷങ്ങൾ. ഇത് മാത്രമല്ല, ഇതിന് പുറത്താണെങ്കിൽ ഒരു മിനി സൂ അവർ സെറ്റ് ചെയ്തത്. സൂ അല്ല, ചെറിയ ബേർഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഒരു കുട്ടികൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു മിനി സൂ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് അബു ഖാലിദ് ഫാം ഹൗസിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ വിളിക്കാവുന്നതാണ്. Guys, this is all about Abu Khalid Farmhouse in Fujairah. Please feel free to contact us the number below for the further information. Thank you.